Okay, let's begin. അപ്പോൾ നമുക്ക് ഇന്ന് രണ്ട് കാര്യങ്ങൾ പഠിക്കണം. ഒന്ന് ഫാർമക്കോഗ്നോസിന് ലാക്സേറ്റീവിനകത്ത് കാസ്റ്റർ ഓയിലോ അല്ലെങ്കിൽ റുബാർബോ അത് ഏതെങ്കിലും ഒരു ഏജന്റ് പഠിക്കണം. ദെൻ പറ്റുമെങ്കിൽ രണ്ടെണ്ണം തീർക്കണം. അതിൻ്റെ കൂടെ നമുക്ക് ക്ലിനിക്കൽ ഫാർമസിയിൽ നിന്നുള്ള ഒരു ഡിസീസും കൂടെ നോക്കാം. ഓക്കെ, സോ ഹെപ്പറ്റൈറ്റിസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്ന ഡിസീസ് കണ്ടീഷൻ. ക്ലിനിക്കൽ ഫാർമസിന്റെ സിലബസ് എടുത്താൽ നിങ്ങൾക്ക് അറിയാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഡിസീസ് മാനിഫെസ്റ്റേഷൻസ്, pathophysiology and please not about salient symptoms എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്യൂബർക്കുലോസിസ് നമ്മൾ ഇന്നലെ നോക്കിയിരുന്നു, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് നമ്മൾ ഇന്നലെ നോക്കിയായിരുന്നു. സോ ഇന്ന് നമുക്ക് അതിനകത്ത് ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. സോ ഹെപ്പറ്റൈറ്റിസ് നോക്കാം. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ഇസ് എ വൈറൽ ഇൻഫെക്ഷൻ അല്ലേ? ഹെപ്പറ്റൈറ്റിസ് എന്താണ്? ഇറ്റ് ഇസ് എ വൈറൽ ഇൻഫെക്ഷൻ. ആൻഡ് ഹെപ്പറ്റൈറ്റിസ്, ഹെപ്പാറ്റോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ലിവറിലുള്ള സെൽസ് ആണ് ഹെപ്പാറ്റോസൈറ്റ്സ്. അപ്പം ഐറ്റിസ് എന്നുള്ള വാക്ക് പാൻക്രിയാറ്റൈറ്റിസ് അല്ലെങ്കിൽ എനി വേർഡ് വിച്ച് എൻഡ്സ് വിത്ത് ITIS അല്ലെങ്കിൽ ഐറ്റിസ് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇൻഫ്ലമേഷൻ എന്നുള്ളതാണ്. ഓക്കെ, സോ ഇഫ് ഹെപ്പറ്റൈറ്റിസ് ദാറ്റ് മീൻസ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ഹെപ്പാറ്റോസൈറ്റ്സ് എന്നുള്ളതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. യൂഷ്വലി അത് നമ്മുടെ ലിവറിനെയാണ് ബാധിക്കുന്നത്. ഇറ്റ് ഈസ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെപ്പറ്റൈറ്റിസ്. ഏറ്റവും ആദ്യത്തേതാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ ഇൻഫെക്ഷസ് ഹെപ്പറ്റൈറ്റിസ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, സോ വൈറൽ ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ ഇൻഫെക്ഷസ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് അല്ലെങ്കിൽ HAV എന്നറിയപ്പെടുന്ന ഓർഗാനിസം ആണ്. HAV എന്ന് പറഞ്ഞാൽ എന്താ? ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ആണ് ഇൻഫെക്ഷസ് ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്നത്. ഇനി this is transmitted through contaminated water, food and milk. Okay, so വെള്ളം, ഭക്ഷണം, പാല്, ഈ മൂന്ന് വസ്തുവിൽ കൂടെ ആയിരിക്കും ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്. Homosexuality is also a cause for transmission. So viral hepatitis എന്ന് പറയുന്നതാണ് HAV എന്ന് പറയുന്നത്. And it is caused by hepatitis A virus. And next category ആണ് serum hepatitis, which is caused by hepatitis B virus അല്ലെങ്കിൽ HBV എന്നറിയപ്പെടുന്നു. ആൻഡ് ഈ സെറം ഹെപ്പറ്റൈറ്റിസ് ആണ് സിറിഞ്ചിൽ കൂടെയും നീഡിൽ കൂടെയും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ടാറ്റു ചെയ്യുന്ന സമയത്തൊക്കെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാൻ സാധ്യതയുള്ളത് സെറം ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് B വൈറസ് ആണ്. അതേപോലെ ഇപ്പം പാരന്റൽ, അതായത് ഇപ്പം അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ത്രൂ പ്ലാസെന്റ അല്ലെങ്കിൽ സെക്ഷൽ കോണ്ടാക്റ്റിലൂടെയും നമുക്ക് ട്രാൻസ്മിറ്റഡ് ആകാൻ സാധ്യതയുള്ള ഒന്നാണ് സെറം ഹെപ്പറ്റൈറ്റിസ്. നെക്സ്റ്റ് വൺ ഈസ് ഡെൽറ്റ ഹെപ്പറ്റൈറ്റിസ്. എന്താ ഡെൽറ്റ ഹെപ്പറ്റൈറ്റിസ്? ഹെപ്പറ്റൈറ്റിസ് D വൈറസ് ഉണ്ടാക്കുന്നതാണ് ഡെൽറ്റ ഹെപ്പറ്റൈറ്റിസ്. This virus can replicate only in the presence of the helper hepatitis B virus. So ഈ വൈറസിന് നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് B വൈറസ് ഉണ്ടെങ്കിൽ മാത്രമേ റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഡെൽറ്റ ഹെപ്പറ്റൈറ്റിസ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഹെപ്പറ്റൈറ്റിസ് D വൈറസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് D വൈറസ് റെപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് B വൈറസിന്റെ സഹായം വേണം. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഹെപ്പറ്റൈറ്റിസ് നോൺ എ ആൻഡ് നോൺ ബി. ഏതാണ് ഹെപ്പറ്റൈറ്റിസ് നോൺ എ ആൻഡ് നോൺ ബി? ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഏജന്റ് നോട്ട് സെറോളജിക്കലി റിലേറ്റഡ് ടു HAV അല്ലെങ്കിൽ HBV. സോ നോൺ എന്നുള്ളൊരു വാക്ക്, നോൺ എ അല്ലെങ്കിൽ നോൺ ബി ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ HAV ഉണ്ടാക്കുന്ന ഏജൻസും അല്ല, HBV ഉണ്ടാക്കുന്ന ഏജന്റുകളും അല്ല. This is transmitted through oral fecal exposure to an infected individual നിന്നാണ്, ഓറൽ ഫീക്കൽ റൂട്ടിൽ കൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 4 തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് പറഞ്ഞു. ഏതൊക്കെയാ പറഞ്ഞേ? ഹെപ്പറ്റൈറ്റിസ് A, ഹെപ്പറ്റൈറ്റിസ് B, ഡെൽറ്റ. ഓക്കെ, ഏതൊക്കെയാണ്? ഹെപ്പറ്റൈറ്റിസ് A, ഹെപ്പറ്റൈറ്റിസ് B, ഡെൽറ്റ ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് നോൺ എ അല്ലെങ്കിൽ നോൺ ബി ഹെപ്പറ്റൈറ്റിസ്. അത് ട്രാൻസ്മിറ്റ് ചെയ്താണ്
ഓറൽ ഫീക്കൽ റൂട്ടിൽ കൂടെ. ഹെപ്പറ്റൈറ്റിസ് എ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിട്ടാണ്, ത്രൂ വാട്ടർ, ഫുഡ് ആൻഡ് മിൽക്ക്. ഓക്കെ, ഒരു മിനിറ്റ്. സോ നമ്മൾ 4 ടൈപ്പ് പറഞ്ഞു. ഹെപ്പറ്റൈറ്റിസ് എ, ബി, ദെൻ ഡെൽറ്റ ആൻഡ് ഹെപ്പറ്റൈറ്റിസ് നോൺ എ ആൻഡ് നോൺ ബി. ഇൻഫെക്ഷസ് ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്? ഡിഫറെന്റ് റൂട്ട്, അത് മിൽക്ക് അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങളായിരുന്നു ഒന്ന് പറഞ്ഞേ? മിൽക്കിൽ കൂടെ, ഫുഡിൽ കൂടെ, വാട്ടറിൽ കൂടെ കണ്ടാമിനേറ്റ് ചെയ്തതാണ്. സെറം ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ആണ്. സിറിഞ്ചിൽ കൂടെ, നീഡിൽ കൂടെ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ടാറ്റൂയിങ് ഫ്രം മദർ ടു ചൈൽഡ്, സെക്ഷുവൽ കോണ്ടാക്റ്റിൽ കൂടെയൊക്കെ ഹെപ്പറ്റൈറ്റിസ് ബി പകരാം. ഡെൽറ്റ എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടെങ്കിൽ മാത്രമേ അത് റെപ്ലിക്കേറ്റ് ചെയ്യുള്ളൂ. നോൺ എ, നോൺ ബി ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ത്രൂ ഓറൽ ഫീക്കൽ എക്സ്പോഷറിൽ കൂടെ ആയിരിക്കും അത് ട്രാൻസ്മിറ്റഡ് ആവാം. ഓക്കെ, നെക്സ്റ്റ് ഹെപ്പറ്റൈറ്റിസ് പാത്തോഫിസിയോളജി പറഞ്ഞുതരാം. സോ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് എന്ന് പറയുന്നത് RNA വൈറസിന്റെ, അത് അതിന്റെ RNA. സോ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് എന്ന് പറയുന്നത് ഈസ് എ നോൺ എൻവലപ്ഡ് RNA വൈറസ്. സോ ആ വൈറസിന് RNA ഉണ്ടായിരിക്കും. RNA റിയോക്സിൻ റൈബോന്യൂക്ലിക് ആസിഡ്. So it does not have an envelope with it. So no envelope. Okay. Envelope ഇല്ലാത്ത RNA ഉള്ളവരായിരിക്കും ഹെപ്പറ്റൈറ്റിസ് എ വൈറസ്. യൂഷ്വലി it is resistant to heat. Okay. ഹീറ്റിനോട് നല്ല രീതിയിൽ റെസിസ്റ്റന്റ് ആണ്. Once virus enters the body, it multiplies in the intestinal epithelium and escape to the liver by hematogenous route. Okay, so ഒരിക്കൽ വൈറസ് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് നേരെ പോയിട്ട് നമ്മുടെ intestinal എപ്പിത്തീലിയത്തിൽ എത്തും. intestinal എപ്പിത്തീലിയത്തിലാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് ലിവറിൽ എത്തുന്നു. ലിവറിൽ എങ്ങനെയാണ് എത്തുന്നത്? ത്രൂ ബ്ലഡ്. ഓക്കെ, ഇറ്റ് എസ്കേപ്പ് ടു ദ ലിവർ ത്രൂ ഹെമാറ്റിജീനിയസ് റൂട്ട്. ഓക്കെ, ഹെമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബ്ലഡ് അല്ലെ. സോ ഹെമാറ്റിജീനിയസ് റൂട്ടിൽ കൂടെ അത് നമ്മുടെ ലിവറിൽ എത്തുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞത് ഹെപ്പറ്റൈറ്റിസ് എയുടെ പ്രത്യേകതകളാണ്. ഹെപ്പറ്റൈറ്റിസ് എയുടെ പാത്തോഫിസിയോളജി പറയുകയാണെങ്കിൽ ആദ്യമേ തന്നെ പറയേണ്ടത് എന്താ? That RNA virus does not have an envelope within. Okay, so once the virus enters the body, it moves to the intestinal area. Intestinal epithelium, it will multiply. After multiplying, it will escape to the liver by hematogenous route. Next one is hepatitis B virus. Hepatitis B എന്ന് പറയുന്നത് ഒരു enveloped ആണ് കേട്ടോ. അതും enveloped ആയിട്ടുള്ള DNA വൈറസ് ആണ്. അപ്പൊ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ പറഞ്ഞിരുന്നു, ടാറ്റു, മദർ ടു ചൈൽഡ്, സെക്ഷുവൽ കോണ്ടാക്ട്, അങ്ങനെയുള്ള പല രീതിയിൽ ഇത് ട്രാൻസ്മിറ്റഡ് ആവാം. ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് എൻവലപ്ഡ് DNA വൈറസ്. So hepatitis B is an enveloped DNA virus. So ഇത് പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ it possesses a double shelled spherical structure. Okay,
ഡബിൾ ഷെൽഡ് സ്പെറിക്കൽ സ്ട്രക്ചർ ഉണ്ടാവും. ഓക്കെ, സോ DNA എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അല്ലെ, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് ഉള്ളത്. അതൊരു ഡബിൾ ഷെൽഡ് ആണ്. ഓക്കെ, സോ അപ്പൊ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുമല്ലോ. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് DNA ആണ്, ഡബിൾ ഷെൽഡ് ആണ്, രണ്ടും ഡി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. DNA വൈറസ് ഡബിൾ ഷെൽഡ് ആണ്, DNA വൈറസ് ആണ്. ഈ വൈറസ് എവിടെയാണ് റെപ്ലിക്കേറ്റ് ചെയ്യുക? It replicate in the liver cells, and virus cells or their fragment get incorporated into the liver cell membrane. So ഈ വൈറസ് നമ്മളുടെ ലിവർ സെല്ലിലാണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് വൈറസ് സെൽ അല്ലെങ്കിൽ ഈ ഫ്രാഗ്മെന്റ് ലിവർ സെല്ലിന്റെ മെംബ്രൈനോടുകൂടി ചേർന്നിരിക്കും. The manifestations of hepatitis B is mainly due to immune response to the infection and not due to cytotoxicity of virus. Okay, so hepatitis B കൂടുതലായിട്ടും എന്തുകൊണ്ടാണ്? നമ്മുടെ ബോഡിയുടെ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് കൊണ്ടാണ്. അതിന്റെ വൈറസ് ഉണ്ടാക്കുന്ന സെൽ ഡാമേജ് അല്ല, ബോഡിയിൽ വൈറസിന്റെ ഐഡന്റിഫിക്കേഷൻ വരുമ്പോൾ ബോഡി ഉണ്ടാക്കുന്ന ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ബിക്കുള്ള കാരണങ്ങൾ. ഓക്കെ, ഡെൽറ്റ വൈറസ് ഉണ്ട്, നോൺ എ നോൺ ബി വൈറസ് ഉണ്ട്. ഇവർ രണ്ടുപേരും എന്താണ്? RNA വൈറസ് ആണ്. അവർ എങ്ങനെയാ പ്രവർത്തിക്കുന്നത് നമുക്ക് ഇതുവരെ പഠനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ നമ്മള് ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, ഡെൽറ്റ, നോൺ എ നോൺ ബി, ഇതിനകത്ത് DNA ആയിട്ടുള്ള ഡബിൾ ഷെൽഡ് ആയിട്ടുള്ളത് ഹെപ്പറ്റൈറ്റിസ് ബി മാത്രമാണ്. ബാക്കിയെല്ലാം എന്താ പറയാ RNA വൈറസുകളാണ്. നെക്സ്റ്റ് വൺ ഇസ് സൈൻ ആൻഡ് സിംറ്റംസ്. നോട്ട് ചെയ്തോളാം, സൈൻ ആൻഡ് സിംറ്റംസ്. ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് they are clinically characterized by uneasiness, fever, nausea, vomiting, tenderness of the liver. അപ്പൊ നമ്മുടെ ലിവർ അഫക്റ്റഡ് ആവുമ്പോൾ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടാവും? ലിവർ അപ്പൊ ജോണ്ടിസ്, മഞ്ഞപ്പിത്തം വരുമ്പോ ആളുകളിൽ മഞ്ഞ വെള്ളം ഛർദിക്കുക, അല്ലെങ്കിൽ ഛർദിക്കുന്ന ഒരു ഫീല് പോലെയൊക്കെ ആളുകൾ കാണിക്കാറുണ്ട്. അതേ ഒരു പ്രക്രിയ അല്ലെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ആരിലും ഉണ്ടാവുക? ഹെപ്പറ്റൈറ്റിസ് എ ഉള്ള ആൾക്കാരിലും ഉണ്ടാവുക. ഓക്കെ, സോ അൺഈസിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ ഫീലിംഗ് ഓഫ് ഒരു ആൻസൈറ്റി കേട്ടോ, ഒരു ആൻസൈറ്റി ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. സോ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ അൺഈസിനെസ്, ഫീവർ, നോസിയ, vomiting and liver in the tenderness. Okay, changes in the sense of smell, taste, pharyngitis and cough. Okay, so നമ്മുടെ മണത്തിൽ ഒരു വ്യത്യാസം, ടേസ്റ്റിൽ ഒരു വ്യത്യാസം, pharyngeal infection, then cough, ഇത്തരം പ്രോബ്ലംസ് ഒക്കെ ഹെപ്പറ്റൈറ്റിസ് എയുടെ സിംറ്റംസ് ആണ്. ഇനി മിക്കവാറും ഈ ഹെപ്പറ്റൈറ്റിസ് എ കാണിക്കുന്ന ആളുകളിലെല്ലാം തന്നെയും മഞ്ഞപ്പിത്തം പുറകെ ഒരു സിംറ്റം ആയിട്ട് വരാറുണ്ട്. അതായത് ജോണ്ടിസ് എന്ന് പറയുന്ന ഡിസീസ് കണ്ടീഷൻ ഒരു 14 ദിവസത്തിന്റെ ഉള്ളിൽ നമുക്ക് ഈ ഹെപ്പറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ നമ്മള് ജോണ്ടിസിനെ എക്സ്പെക്ട് ചെയ്യണം. ജോണ്ടിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ ജോണ്ടിസും കൂടെ നമ്മൾ ഒരു 14 ഡേയ്സിനുള്ളിൽ എക്സ്പെക്ട് ചെയ്യണം. ബിഫോർ ജോണ്ടിസ് എന്താ ശരിക്കും പറഞ്ഞാൽ? ബിലിറുബിൻ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്യില്ല. അപ്പോ നമ്മൾക്ക് ജോണ്ടിസ് ഉണ്ടാകുമ്പോൾ യൂറിന്റെ കളർ ചേഞ്ച് ആവും. യൂറിൻ കളർ വിൽ ഗെറ്റ് ഡാർക്കൻ അല്ലെ. ജോണ്ടിസിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? യെല്ലോവിഷ്നെസ് കാണാം നമുക്ക്, നമ്മുടെ എന്താ പറയാ സ്ക്ലീറയിൽ കാണാൻ പറ്റും, നമ്മുടെ ഫിംഗേഴ്സിൽ കാണാൻ പറ്റും. അപ്പോ അത്തരം സിംറ്റംസ് അല്ലാതെ ജോണ്ടിസ് വരുന്നതിന് മുമ്പ് തന്നെ, ഈ ഒരു യെല്ലോ സ്കിൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ബോഡി സിംറ്റംസ് കാണിച്ചു തുടങ്ങും. യൂറിൻ ഡാർക്കൻ ചെയ്യാം ബിക്കോസ് ഓഫ് ബിലിറുബിനീമിയ, ആൻഡ് സ്റ്റൂൾ കളർ ലൈറ്റൻ ആവുന്നതും കാണാം. ഓക്കെ, സോ ജോണ്ടിസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ യെല്ലോവിങ് അല്ലെങ്കിൽ സ്കിന്ന് അതേപോലെ തന്നെ ഐസിലും ഒക്കെ ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ്. സോ ബിഫോർ ജോണ്ടിസ് നമ്മൾ പറഞ്ഞു യൂറിൻ ഡാർക്കൻ ചെയ്യാം, സ്റ്റൂൾ ലൈറ്റൻ ചെയ്യാം. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ അതേ സിംറ്റംസ് തന്നെയാണ് ഹെപ്പറ്റൈറ്റിസ് എയിൽ മോസ്റ്റ്ലി കാണാറ്. പക്ഷെ ഇത് കുറച്ചും കൂടി ഒരു സിവിയർ വേർഷൻ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി കുറച്ചും കൂടെ ഒരു സിവിയർ വേർഷൻ ആണ്. അപ്പം ജോണ്ടിസിലായിക്കോട്ടെ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസിലായിക്കോട്ടെ അൺകോൺജുഗേറ്റഡ് ആയിട്ടുള്ള ബിലിറുബിൻ നമ്മുടെ ബോഡിയിലുള്ള ആൽബുമിനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ് ലിവറിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ
അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഹെപ്പാറ്റോസൈറ്റ്സ് ഈ പറയുന്ന ആൽബുമിനോട് കൂടി ചേർന്നിരിക്കുന്ന ബിലിറുബിനെ എടുത്തുകൊണ്ടാണ് ഗ്ലൂക്കോറോണിക് ആസിഡുമായിട്ട് ലയിപ്പിച്ച് അതിനെ ഒരു വാട്ടർ സോലബിൾ മൊയിറ്റി ആയിട്ട് മാറ്റുന്നത്. ഓക്കെ, കോൺജുഗേറ്റഡ് ആയിട്ടുള്ള ബിലിറുബിൻ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബയലിൽ കൂടെ ഡിയോഡറത്തിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകും. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ ഈ ബിലിറുബിൻ എന്ത് ചെയ്യും? ഇത് അൺകോൺജുഗേറ്റഡ് ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെ അൺകോൺജുഗേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ബിലിറുബിൻ ആണ് എന്തുണ്ടാക്കുന്നത്? നമുക്ക് ജോണ്ടിസ് ഉണ്ടാക്കുന്നത്. സോ ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യെല്ലോയിങ് ഓഫ് ദ സ്കിൻ ഓൺ മ്യൂക്കസ് മെംബ്രെയിൻ ആൻഡ് സ്ക്ലീറ ഡ്യൂ ടു എക്സസ് ഓഫ് ബിലിറുബിൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം ജോണ്ടിസ് ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് രണ്ട് സിംറ്റംസ് ബോഡി കാണിക്കും. യൂറിൻ വിൽ ഗെറ്റ് ഡാർക്കൻ, അതേപോലെ സ്കൂൾ വിൽ ഗെറ്റ് ലൈറ്റർ. ദെൻ വൺസ് ജോണ്ടിസ് അപ്പിയർ, അഥവാ 14 ദിവസത്തിനുള്ളിൽ ജോണ്ടിസ് വരും ഒരു സാധ്യതയുണ്ട്. അപ്പൊ ജോണ്ടിസ് വരുന്നതിന് രണ്ട് ലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി ഒരിക്കൽ ജോണ്ടിസ് വന്നു കഴിഞ്ഞാൽ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബി ആർ ഐഡന്റിക്കൽ. അപ്പൊ ഞാൻ പറഞ്ഞു എയ്ക്കുള്ള ഫീച്ചറും ബിക്കുള്ള ഫീച്ചറും ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷെ ബി കുറച്ചും കൂടെ സിവിയർ ഫോം ആണ്. GIT സിംറ്റംസ്, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സിംറ്റംസ്, അതിന്റെ സിവിയറിറ്റി കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ കുറയുന്നതായിട്ടും പിന്നീട് പനി പെട്ടെന്ന് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ജോണ്ടിസ് വിൽ റീച്ചസ് ടു എ മാക്സിമം ഒരു ഫസ്റ്റ് ടു 2 വീക്സിന്റെ ഉള്ളിൽ ജോണ്ടിസ് പെട്ടെന്ന് കൂടും, അതുപോലെ തന്നെ അത് കുറയുകയും ചെയ്യും. ദെൻ ഡ്യൂറേഷൻ ഓഫ് ജോണ്ടിസ് എന്ന് പറയുന്നത് യൂഷ്വലി 6 to 8 വീക്സ് ആണ് അതിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് SGOT SGPT ലെവൽസ് ലിവർ ഡാമേജ് ഉള്ളപ്പോൾ ഉറപ്പായിട്ടും അത് ആ ഒരു 7 to 14 ഡേയ്സിനുള്ളിൽ അത് കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓൺസെറ്റ് ഓഫ് ജോണ്ടിസ് ഹെപ്പാറ്റിക് നെക്രോസിന് കാരണമാണ്. അതേപോലെ നമ്മുടെ ലിവർ സെല്ലിന്റെ പെർമിയബിലിറ്റിനെ അഫക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഗ്ലോബുലിൻ ലെവൽസ് ആർ കോമൺലി എലിവേറ്റഡ് ആൻഡ് ബിലിറുബിൻ ലെവൽസ് മേ റീച്ച് 5 to 20 mg/dl. The prothrombin time also get prolonged. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ജോണ്ടിസ് എന്തായാലും പേഷ്യന്റിൽ കാണാൻ സാധ്യതയുണ്ട്. 6 മുതൽ 8 ആഴ്ച വരെ പേഷ്യന്റിൽ ജോണ്ടിസ് കാണാം. ആദ്യ ദിവസങ്ങളിൽ നല്ല രീതിയിൽ പനി ഉണ്ടാകും, പിന്നീട് പനി കുറയുന്നതായിട്ട് കാണാം. SGOT SGPT കൂടും. ലിവറിനൊരു ഡാമേജ് വരുമ്പോൾ ഉറപ്പായിട്ടും ലിവർ സെൽസിൽ ഡെത്ത് സംഭവിക്കാം. പക്ഷെ ലിവർ സെൽസിൽ നെക്രോസിസ് ആയിരിക്കും ഇവിടെ സംഭവിക്കുന്നത്. സെല്ലിന്റെ പെർമിയബിലിറ്റിനെ അഫക്ട്. ഓക്കെ, അതേപോലെ ഗ്ലോബുലിൻ ലെവൽസ് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ബിലിറുബിൻ ലെവൽ മേ റീച്ചസ് ടു 5 to 20 mg/dl. ഓക്കെ, പ്രോത്രോംബിൻ കൂടും, SGOT കൂടും, SGPT കൂടും, ഗ്ലോബുലിൻ ലെവൽസ് ഇതെല്ലാം ഇൻക്രീസ് ചെയ്യും. ക്രോണിക് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ഉള്ള ആളുകളിൽ മിക്കവാറും ഒരു 5% എന്താണ് ഹെപ്പറ്റൈറ്റിസ് പേഷ്യൻസ് ആയിട്ട് തന്നെ മാറാറുണ്ട്. ഓക്കെ, ക്രോണിക് ഹെപ്പറ്റൈറ്റിസിലുള്ള ആൾക്കാർക്ക് ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് തന്നെ ഒരു 5% പേഷ്യൻസ് നമുക്കിത് കാണാൻ സാധിക്കും. മാസീവായിട്ട് ഹെപ്പാറ്റിക് നെക്രോസിസ് ഉണ്ടാവുകയും ലിവർ പെട്ടെന്ന് ചുരുങ്ങുകയും ചെയ്യും. വിത്തിൻ അവേഴ്സ് ടു ഡേയ്സ് നമ്മുടെ ലിവർ എന്ത് ചെയ്യും? ചുരുങ്ങും. പേഷ്യന്റിന്റെ ലിവർ ഒരു കോമ സ്റ്റേജിലേക്ക് പോവുകയും പിന്നീട് പേഷ്യന്റ് ഹെപ്പറ്റൈറ്റിസ് എയോ അല്ലെങ്കിൽ ബിയോ പിടിപെട്ട് മരണപ്പെടാനുമുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് ഈ പറയുന്ന ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഡിസീസ് കോമ ഡെത്തിലേക്ക് നയിക്കുന്നത് കൊണ്ട് തന്നെ ഹെപ്പറ്റൈറ്റിസിനെ വളരെയധികം കെയർഫുൾ ആയിട്ട് മാനേജ് ചെയ്യേണ്ട ഒരു ഡിസീസ് ആണ്. ഓക്കെ, സോ ഇത്രയാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഡിസീസിനെ പറ്റി നമ്മൾ പഠിക്കുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് കോഗ്നോസിയിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, പ്ലീസ് റീജോയിൻ. ഓക്കെ, ഒന്ന് റീജോയിൻ ചെയ്തേക്കും.